ക്ഷേത്രങ്ങളിലെയും സ്മാരകങ്ങളിലെയും പുരോഹിതരെയും ജീവനക്കാരെയും പണം കൊടുത്ത് വശത്താക്കും. യഥാർത്ഥ വിഗ്രഹങ്ങളും പ്രതിമകളും അടിച്ചുമാറ്റി രായ്ക്ക് രാമാനം ഒറിജിനലെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് വയ്ക്കും. ലോകത്തെ കള്ളക്കടത്തുകളിൽ ഏറ്റവും വലിയ ഇടപാടുകളിലൊന്ന് നടക്കുന്നത് പൗരാണിക മൂല്യമുള്ള വസ്തുക്കളുടേതാണ്. ഏറ്റവും വലിയ കൊള്ള നടക്കുന്നത് ഇന്ത്യയിലാണ്, അതും തമിഴ്നാട് ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യയിൽ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വിഗ്രഹ കള്ളക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാനിയുണ്ട്, സുഭാഷ് ചന്ദ്ര കപൂർ. അമേരിക്കയിലെ മാൻഹാട്ടനിൽ ആർട്ട് ഓഫ് പാസ്റ്റ് എന്ന ഗാലറി നടത്തിയിരുന്ന ഇന്ത്യൻ വംശജൻ. 2011 ഒക്ടോബർ 30 ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ വെച്ച് സുഭാഷ് കപൂർ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇന്റർപോളിന്റെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. 2012 സുഭാഷ് കപൂറിനെ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നു. തമിഴ്നാട് പോലീസിന്റെ ഐഡൽ തെഫ്റ്റ് വിങ്ങിലെ CID വിഭാഗം നിരവധി തെളിവുകളാണ് കോടതിയിലെത്തിച്ചത്. സുഭാഷ് കപൂർ എന്ന അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരനെ 10 വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. തമിഴ്നാട്ടിലെ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു. 2008 1000 വർഷം പഴക്കമുള്ള ഓടിൽ തീർത്ത നടരാജ വിഗ്രഹം സുഭാഷ് കപൂർ കടത്തിക്കൊണ്ടുപോയി ഓസ്ട്രേലിയൻ നാഷണൽ ആർട്ട് ഗാലറിക്ക് വിറ്റത് $50 ലക്ഷം. 1000 വർഷം പഴക്കമുള്ള ശിവഭഗവാന്റെ കൽപ്രതിമ ന്യൂ സൗത്ത് വെയിൽ ആർട്ട് ഗാലറിക്ക് സുഭാഷ് കപൂർ കടത്തിക്കൊണ്ടുപോയി വിറ്റത് കോടികൾക്കാണ്. സുഭാഷ് കപൂറിന്റെ മാൻഹാട്ടനിലെ ഗോഡൌണിൽ നിന്ന് $107 മില്യൺ വില വരുന്ന 2622 വിഗ്രഹങ്ങളാണ് കണ്ടെടുത്തത്. തമിഴ്നാട്ടിലെ വൃദ്ധനായ ഗോവിന്ദരാജ ദീനദയാലും സംഘവുമായിരുന്നു ഇയാളുടെ പ്രധാന വിഗ്രഹ വിതരണക്കാർ. മോഷ്ടിക്കുന്ന വിഗ്രഹങ്ങൾക്ക് വ്യാജ ASI സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്നത് ഡൽഹി സ്വദേശിയായ ഉദിത് ജെയിനായിരുന്നു. മുംബൈ തുറമുഖത്ത് നിന്ന് അമേരിക്കയിലേക്ക് പോയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നർ US കസ്റ്റംസ് പിടിച്ചതോടെയാണ് സുഭാഷ് ചന്ദ്ര കപൂർ എന്ന കള്ളക്കടത്തുകാരനെ തിരിച്ചറിഞ്ഞത്. ആ കണ്ടെയ്നർ നിറയെ മോഷ്ടിച്ചു കടത്തിയ പൗരാണിക ഉരുപ്പടികളായിരുന്നു. സുഭാഷ് കപൂർ പിടിക്കപ്പെട്ടതോടെ ഈ കണ്ണികളിൽ പലരും വലയിലായി. ക്ഷേത്രങ്ങളിലെയും സ്മാരകങ്ങളിലെയും പുരോഹിതരെയും ജീവനക്കാരെയും പണം കൊടുത്ത് വശത്താക്കും. യഥാർത്ഥ വിഗ്രഹങ്ങളും പ്രതിമകളും അടിച്ചുമാറ്റി രായ്ക്ക് രാമാനം ഒറിജിനലെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് വയ്ക്കും. സുഭാഷ് കപൂറും സംഘവും നോട്ടമിട്ട പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഇരിക്കുന്ന ശില്പങ്ങൾ ഈ ഡ്യൂപ്ലിക്കേറ്റുകളാകാനാണ് സാധ്യത. വിഭജന സമയത്ത് കറാച്ചിയിൽ നിന്ന് പഞ്ചാബിലേക്ക് കുടിയേറിയ കുടുംബം പൗരാണിക കലാരൂപങ്ങൾ വിൽക്കുന്ന അച്ഛന്റെ ബിസിനസ് സുഭാഷ് കപൂറും പിന്തുടർന്നു. കച്ചവടത്തിന്റെ ആഗോള സാധ്യത തിരിച്ചറിഞ്ഞ് അമേരിക്കയിലേക്ക് കുടിയേറി പൗരത്വം സ്വീകരിച്ചു. കണഞ്ചിപ്പിക്കുന്ന വളർച്ച, ഭരണകൂടങ്ങൾ ഓച്ചാനിച്ചു നിൽക്കുന്നത്ര ധനികൻ. ഒരു സുഭാഷ് കപൂർ ഒടുങ്ങിയാലും നമ്മുടെ പൗരാണിക സമ്പത്തിനെ ലക്ഷ്യമിട്ട് വീണ്ടും വീണ്ടും കൊള്ളക്കാർ വന്നുകൊണ്ടേയിരിക്കും. അവർക്ക് പോറ്റിയുടെയും ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും ഒക്കെ മുഖങ്ങളായിരിക്കും.